ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നായിരുന്നു എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കാനായിട്ട് തോന്നിയത്. അപ്പോൾ ജസ്റ്റ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ വേണ്ട, എനിക്ക് വയ്യ, സിക്കാണ്, ഇപ്പോൾ കഴിച്ചാൽ സെറ്റാവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി നമ്മുടെ ഇഷ്ടത്തിന് ആൾ ഓക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ പച്ചമാങ്ങയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഷാബിയിലുള്ള. അപ്പോൾ അവിടെ വന്നു ജാനക്കുട്ടി പച്ചമാങ്ങയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ കുട്ടികളുടെ. അപ്പോൾ അങ്ങോട്ട് പോയി കളിക്കാനായിട്ട്. ഇനി അവളെ തന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്നുള്ളത് ഉറപ്പായിരുന്നു കേട്ടോ. പക്ഷെ ആൾ ഫുഡൊന്നും കഴിച്ചില്ല. ആൾക്കും ഓൾറെഡി വയ്യായിരുന്നു, എന്തോ ഒരു ടയേർഡ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു, കഫും കോൾഡൊക്കെ ആയിട്ട്. അപ്പം മോളങ്ങനെ കഴിച്ചൊന്നുമില്ല, അവൾ ഫുൾ ടൈം അവിടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് എന്നോട് വർത്താനം പറയാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഫുഡ് ആയാൽ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മക്കൾക്ക് ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രധാനം ഇപ്പം കളിയാണല്ലോ. അപ്പോൾ സാന്ദ്രേനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാഹുൽ. അപ്പം ഞങ്ങൾ കിടന്ന് അങ്ങനെ ട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അവർ ഭയങ്കര സംസാരമാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ വർത്താനം പറയുക. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഞാൻ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സോഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോഡ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ചായ കുടിക്കാനായിട്ട് വന്നതായിരുന്നല്ലോ, അപ്പോൾ ചായയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രേവി കറി ഉണ്ട് കൂടെ. അപ്പം നമ്മുടെ ജാനക്കുട്ടിയാണെങ്കിൽ പൊറോട്ട എടുക്കാൻ നോക്കിയപ്പോൾ കയ്യൊന്ന് ജസ്റ്റ് പൊള്ളിയിട്ട്, അപ്പോൾ അത് ആളതുപോലെ തന്നെ വെച്ചു. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഫോട്ടോ എടുത്തിട്ട് ഇതൊക്കെ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു നിബന്ധന കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ജാനക്കുട്ടീനെ അങ്ങോട്ട് വായോ, ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വായോ, പണ്ട് എൻ്റെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നു, ഇപ്പം ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാനക്കുട്ടി നേരെ രാഹുലിൻ്റെ അവിടെ പോയിട്ടാണ് അവിടെ ഇരിക്കാമെന്ന് വെച്ചിട്ട്. ജാനക്കുട്ടി കണ്ടില്ല, നല്ല ചുമയുണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ ആൾ കഴിച്ചൊന്നുമില്ല, ജസ്റ്റ് വന്നിരുന്നത് അപ്പം തന്നെ എഴുന്നേറ്റ് പോവാട്ടോ ചെയ്തത്. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ബീഫായിരുന്നു കേട്ടോ. കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാവിലെ നേരെ രാവിലെ റൂമിൽ പോയി. നമ്മൾ നമ്മുടെ റൂമിൽ പോവാണ് കേട്ടോ ചെയ്തത്. ജാനക്കുട്ടിയാണെങ്കിൽ എരിവ് കളഞ്ഞിട്ട് തായോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. ജാനക്കുട്ടി കളിക്കാൻ പോയി, അവൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ എല്ലാവരും നമ്മളെ തുടർന്ന്